CPM CA-ക്കെതിരെ വലിയ സമരം നടത്താൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ലീഗിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പങ്കെടുക്കുമോ എന്നാണ്? അല്ല, UDF നടത്താൻ പോവാണല്ലോ. ഞങ്ങളും UDF തെരഞ്ഞെടുപ്പ് കാലല്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ഈ പൗരത്വ നിയമത്തിനെതിരായി ഏറ്റവും മുമ്പിൽ നിന്ന് പോരാടുന്നത് ആരാണ്? ഞങ്ങളൊക്കെയാണ്. ഇന്നലെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസ് അതിലെല്ലാവരും കക്ഷി ചേർന്നിട്ടുണ്ട്. പക്ഷേ ലീഡ് കേസ് ഞങ്ങളുടെയാണ്. ശ്രീ കപിൽ സിബിൽ ഹാജരായി ഇന്നലെ ഞങ്ങൾ വാദിച്ചത് കൊണ്ട് ആ കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അന്തിമ ഘട്ടം വരെ 9-ാം തീയതി വരെ ഇന്ത്യൻ ഗവൺമെൻറ് മറുപടി പറയാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് കോടതിയുടെ പരിഗണനയിലാണ്. 9-ാം തീയതി അറിയാം അതിൻ്റെ ഭാവി. ഏതാണ്ട് 9-ാം തീയതി വരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരായുള്ള പോരാട്ടം അങ്ങനെയാണ് നടത്തേണ്ടത്. കേരളത്തിൽ മാത്രം ഇവിടെ കിടന്ന് കയ്യും കാലിട്ട് അടിച്ചത് കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു നിയമം ഇല്ലാതാവുമോ? വേണ്ടാന്നല്ല, അവരവരുടെ നിലക്കും ഞങ്ങളുടെ നിലക്കും ഒക്കെ ഇതിനെതിരായി പ്രതിഷേധിക്കട്ടെ രാജ്യത്തെ അല്ല. ഒരു മിനിറ്റ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോൾ അത് നിർത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് ശാശ്വതമായി ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. അതല്ലാതെ അതിന് യാതൊരു കുറുക്കു വഴികളും ഇല്ല. അതെ നിങ്ങൾ ഈ യോജിച്ച പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ അല്ലേ? അതല്ലല്ലോ പ്രശ്നം. ഇവിടെ പൗരത്വ നിയമം നടപ്പിലാകാതിരിക്കലാണ് പ്രശ്നം. ചിലർക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലും ഓണത്തിനിടയിലും പുട്ടുകച്ചവടം നടത്താനാണ് തിരക്ക്. പൗരത്വ നിയമം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അതുപയോഗിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ്. അത് ദുഷ്ടലാക്കാണ്. അല്ല, ഒരു മിനിറ്റ്. ഒരു ദുഷ്ടലാക്കാണ് അതൊക്കെ. ഞാൻ പറയുന്നുണ്ടല്ലോ, അതിലൊക്കെ ഉണ്ട്, ദുഷ്ടലാക്കാണ്. ഇവിടെ ഞങ്ങളുടെ പ്രശ്നം പൗരത്വ നിയമം തടയലാണ്. അതിന് വേണ്ടത് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ നിയമജ്ഞരെ വെച്ച് അത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ അതിനെതിരായി ഫൈറ്റ് ചെയ്യലാണ്. ഞങ്ങളത് നന്നായി നിർവഹിക്കുന്നു. അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടിയാൽ മതി. ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൽ ഞങ്ങൾ പോവോ ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം പൗരത്വ നിയമത്തിനെതിരായി ക്യാമ്പയിൻ ചെയ്യാൻ എല്ലാവർക്കും സ്വന്തം നിലയിൽ ക്യാമ്പയിൻ ചെയ്യാൻ അധികാരമുണ്ട്, ചെയ്യട്ടെ. അത് UDF-ഉം അതിനെതിരായി ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. UDF പിന്നെയും പറയും, നിങ്ങൾക്കിതിൻ്റെ ബേജാറ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ പൗരത്വ നിയമത്തിൻ്റെ അതിനെ തടയുന്ന വിഷയമല്ല പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എന്ത് കിട്ടും നോക്കുകയാണ്. ഇത് എന്തൊരു വളരെ ബാലിസാണ്. ആരും മുതലെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനെതിരായി പോരാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ്. അതിൽ ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായ ത്യാഗത്തോടു കൂടി പോരാടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഇന്നലെ കോടതിയുടെ മുറ്റത്താണ്. മനസ്സിലായില്ലേ? അതിനേക്കാൾ വലിയൊരു പോരാട്ടം വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിനെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഇന്ത്യയിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഒക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യും.